ഹായ് ഹലോ ദിസ് ഈസ് വികാസ് കാർത്തിക് വെൽക്കം ബാക്ക് ടു ടോക്ക് ഓഫ് ദ ടൗൺ. അൻസു ജിഷോർ. ഇന്ന് നമ്മോടൊപ്പം റോക്ക് സ്റ്റാർ ആരോ അലക്സാണ്ടർ ആൻഡ് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം നിമ്മി ചക്കിങ്ങൽ. ബ്രോ നിമ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? വിശേഷം. എങ്ങനെയുണ്ട്? സീസൺ ആണ്, ന്യൂ ഇയർ ആവുമ്പോഴാണ്, ക്രിസ്മസ് ആണ്, എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്? നമ്മളുടെ പ്രൊജക്ട്സ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഡിസംബറിൽ, അതായത് 15th ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, ഞങ്ങളുടെ ഒരു ക്ലാപ്സ് ചെയ്യും. ഞങ്ങൾക്ക് ഒരു ബാൻഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബാൻഡിൻ്റെ ക്ലാപ്സ്, അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് സോങ് ഞങ്ങൾ പുറത്തിറക്കുവാണ്. ഞങ്ങളുടെ തന്നെ ഓൺ കമ്പോസിഷൻ, ഞങ്ങളുടെ ബാൻഡിലുള്ള വിജീഷാണത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. ഈസ് എ വൺ ഹു ഡിഡ് ദ ലിറിക്സ് ഓൾസോ. സോ അവർ തന്നെയാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. ഞങ്ങൾ 15th ബാൻഡ്. ആരോഹാണോ പാടിയിരിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും പാടിയിട്ടുണ്ട്. നിമ്മി, ഹൗ ഇസ് ദുബായ്? Dubai is always wonderful. ഏറ്റവും എല്ലാവരും പറയും ഡ്രീം പ്ലേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് ഷോന് ദുബായിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 2.5 months ആയി. അപ്പൊ വന്ന ഉടനെ ഷോവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. നല്ല ഷോസും വന്ന ഉടനെ ചാനലും എല്ലാത്തിലും ഇപ്പൊ ഇവിടെ എത്തി. അതെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെർഫോമൻസിലൂടെ തുടങ്ങാം. ഓക്കെ. കരിമിഴിക്കുരുവി അല്ലേ? മീശ മാധവൻ, വിദ്യാസാഗർ മ്യൂസിക് ഹിറ്റ് സോങ് അല്ലേ? സോങ് ആണല്ലോ. ഇഷ്ടപ്പെടാതിരിക്കില്ല അങ്ങനത്തെ ഒരു സോങ്. അതെ അതെ അതെ. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ ചെവിയിൽ കണ്ടീല. ഓ കളപ്പുറത്തോലയിൽ നീ കാത്തു നിന്നീല. പാട്ടൊന്നും പാടിയില്ല, പാട്ടൊന്നും പാടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, മിണ്ടിയില്ല, മിണ്ടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴിക്കുരുവിയെ കണ്ടീല, ചിരിമണി ചിലമ്പൊലി കേട്ടീല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവിൽ വന്നീലാരാ പൂരം കണ്ടീല, മായക്കൈ കൊട്ടും മേളവും കിട്ടീല. കരിമിഴിക്കുരുവിയെ കണ്ടീല, ചിരിമണി ചിലമ്പൊലി കേട്ടീല. നല്ലൊരു സ്റ്റാർട്ടിങ് അല്ലേ? ആരോ ബ്രോനെ സംബന്ധിച്ച് ഇതൊരു വളരെ മനോഹരമായ കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു മുഹൂർത്തമാണ്. അതിനൊരു സ്പെഷ്യൽ കാരണം കൂടിയുണ്ട്. മെഹഫിൽ അല്ലെ? മെഹഫിൽ അവാർഡ്. അതെ, UAE ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ്. ഓക്കെ, അതിലെ ഏറ്റവും ഒരു തിളക്കം തരുന്നത് കൂട്ടുന്നത് അത് സ്വന്തം സോങ് തന്നെയാണ്. അതെ, സ്വയം മ്യൂസിക് ചെയ്ത സോങ്ങിന് തന്നെയാണ് ബെസ്റ്റ് മ്യൂസിക് സിംഗറിനുള്ള അവാർഡ് നെഞ്ചോട് ചേർത്ത്. അതിലെ 2 വരി മൂളാം. അത് മാത്രല്ല, അത് ആ ഒരു സോങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, ഇത് ആക്ച്വലി കോവിഡിന് മുന്നേ തന്ന ഒരു ലിറിക്സ് ആണ്. ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു ലിറിക്സ് ആയിരുന്നു. അത് പിന്നെ എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ കസിൻ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരിയാണത് എടുത്ത്, ലക്ഷ്മി എന്നാണ് പേര്, അത് പറയണം,
ചേച്ചിയാണത് മൊത്തം ലിറിക്സ് മൊത്തം മാറ്റി അത് ചിട്ടപ്പെടുത്തിയതെല്ലാം. അപ്പോൾ ആദ്യം കിട്ടിയ ലിറിക്സ് പോലെയല്ല പിന്നീട് വന്നതെല്ലാം. അപ്പോൾ അത് നമ്മൾ കമ്പോസ് ചെയ്തപ്പോൾ ചെറിയൊരു ട്യൂൺ അവർ തന്നായിരുന്നു. പക്ഷെ അത് പിന്നീട് മൊത്തം അത് മാറ്റി ആ ട്യൂണേ അല്ല, പിന്നെ അത് ഞാൻ കമ്പോസ് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവർ ചെയ്ത ട്യൂൺ വേണ്ട, എന്നോട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്തു. അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ശരിക്കും വീഡിയോ നമ്മൾ ഇറക്കുന്നത്, വിഷ്വൽ ചെയ്യുന്നത്. കാരണം ഈ കോവിഡിന്റെ സമയത്ത് ശരിക്കും നമ്മ ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് കുറെ അൽസീഫിലാണ് ഷൂട്ട് ചെയ്തത്. അവിടെയൊക്കെ മൊത്തം ഈ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് പോകാൻ പാടില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഒരു 1-2 ഇയേഴ്സിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അത് പക്ഷെ അത് ഇങ്ങനത്തെ ഇത്രയൊരു ഇതിലേക്കൊക്കെ വരുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ചെറിയൊരു നമ്മളുടെ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ ചെയ്ത ഒരു കാര്യമാണ്. അൺഎക്സ്പെക്ടഡ്. യെസ്. അപ്പോൾ അതിലെ രണ്ടുപേരും നമുക്ക് ഷുവർ. പ്രണയമോടെനിക്കായി പാടിയ പാട്ടിൻ നെഞ്ചോട് ചേർത്ത് ഞാനൊന്നോളാം. പ്രണയമോടെനിക്കായി പാടിയ പാട്ടിൻ നെഞ്ചോട് ചേർത്ത് ഞാനൊന്നോളാം. ജ്വലിക്കുന്ന ജീവൻ നിലയ്ക്കും വരെയും, ജ്വലിക്കുന്ന ജീവൻ നിലയ്ക്കും വരെയും ഈ മണ്ണിലേ ഞാനില്ല പൊന്നേ, ഈ മണ്ണിലേ ഞാനില്ല പൊന്നേ. പ്രണയമോടെനിക്കായി പാടിയ പാട്ടിൻ നെഞ്ചോട് ചേർത്ത് ഞാൻ ഫീൽ ചെയ്ത ഒരു ലവ് സോങ് ആണിത്. എന്നിട്ടൊരു ലവർ ഇല്ലേ ലൈഫിൽ എന്നോട് ചോദിച്ചു. അല്ല ആരോ മാരീഡ് അല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ഷോക്ക്ഡായി. അപ്പൊ എന്റെ പ്രണയം സംഗീതത്തോടാണ്. അതിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫാണ്. എനിക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ. ഇതിന്റെ പിന്നണി പ്രവർത്തിച്ച് എൻ്റെ കൂടെ പാടിയ അമ്പിളി അനിഷം, ഷീസ് ഫ്രം ബാംഗ്ലൂർ. ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ലിറിക്സ് എഴുതിയ വ്യക്തി അതിൽ നിന്നാണ് തുടക്കം. സന്തോഷ് ചേട്ടനാണ് അത് എഴുതിയത്. അതാണ് പിന്നീട് നമ്മൾ മൊത്തം അതൊന്ന് മാറ്റി എഴുതി ചെയ്തത് ചേച്ചിയാണ്. പിന്നെ അമ്പിളി അനിഷം ഇത് ഡയറക്ഷൻ ചെയ്തത്, ഇതിൻ്റെ വീഡിയോ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുഹൈലാണ്. ഇപ്പോൾ സുഹൈൽ ഒരു ദിലീപ് ഏട്ടൻ്റെ അടുത്തൊരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ഹിം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ക്രൂ അതിലുണ്ടായിരുന്നത്. അതിൽ അഭിനയിച്ചത് ചേച്ചിയുടെ തന്നെ ചേച്ചിയുടെ മോളാണ്. എൻ്റെ മുഖം കാണിക്കുന്നില്ല. നിമ്മി 2008 ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ? അപ്പൊ അന്നത്തെ ആ ഒരു ഒന്ന് ഷെയർ ചെയ്യാം എക്സ്പീരിയൻസ് എങ്ങനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഇപ്പോഴും സ്റ്റിൽ 2008 എവിടെ ഇരിക്കുന്നു, ഇപ്പോഴും 2024 ഇപ്പോഴും തിരിച്ചെല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പോഷർ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഞാൻ പോവാത്ത ചാനൽസും ഇല്ല, റിയാലിറ്റി ഷോസും ഇല്ല. പക്ഷെ എനിക്ക് ഐഡിയ സ്റ്റാർ 2008 ആണ് ഇത്രയും എക്സ്പോഷർ. എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അവിടുത്തെ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും? പാട്ടിന്റെ ആണോ പറയുന്നത്? പാട്ടിന്റെ മാത്രമല്ല, അത് കുറെ അന്ന് ജഡ്ജസ് ഉണ്ടായിരുന്നു. ചിത്രേച്ചി ജഡ്ജസ് ആക്ച്വലി ഫസ്റ്റ് ചിത്രേച്ചിയും MG ചേട്ടനൊക്കെ ആയിരുന്നു. പിന്നെ അവര് ഷോന് പോയി അമേരിക്ക. പിന്നെ അതിനുശേഷം ശരത്തേട്ടൻ, പിന്നെ ഔസപ്പച്ചൻ സാർ, ഉണ്ണികൃഷ്ണേട്ടൻ, ദീദി, ഉഷ, വിവേകാനന്ദൻ വിവേകും സോണിയായിരുന്നു വിന്നർ. ഞാൻ സെമിഫൈനൽ വരെ എത്തിയല്ലേ? അതിൽ ആക്ടും അപ്രീഷിയേഷൻ കിട്ടിയ ഒരു സോങ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സോങ് ആണ്. അടിപൊളി സോങ് ആയിരുന്നു റൗണ്ട്. അത് മറ്റേ വസൽരാജ MBBS സിരിച്ച് ആ സോങ്. അപ്പൊ അതില് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിമലരാമൻ ആക്ട്രസ് ആയിരുന്നു. പുള്ളിക്കാരത്തി വേഗം ഓടി വന്ന് ഭയങ്കര അപ്രീസിയേഷനും കെട്ടിപ്പിടിക്കലും. അതിപ്പോഴും മിസ്സിംഗ് ആണ്. യൂട്യൂബിൽ ഞാൻ എത്ര സെർച്ച് ചെയ്തിട്ടും കാണുന്നില്ല. சிரிச்சு சிரிச்சு வந்தா சீனா தன்னடாய், சிரிக்கை சிரிக்கு மக கண பொன்னடாய். சிரிச்சு சிரிச்சு வந்தா சீனா தன்னடாய், சிரிக்கை சிரிக்கு மக கண பொன்னடாய். விடிக்க மட்டும் தேன பொன்னடாய், விடிஞ்ச பின்ன விடிஞ்ச கண்ணே கண பொன்னடாய்.
ഫസ്റ്റ് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 95 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ റൗണ്ട്സും ഒരുവിധം. പിന്നെ എടുത്ത് പറയാനുള്ള സ്നേഹിതനെയാണ് ഇപ്പോഴും എല്ലാവരും വിത്ത് കോസ്റ്റ്യൂം ഓർമ്മയോടെ ഉണ്ട്. അത് ഭയങ്കര ആശ്ചര്യമാണ്. പറയല്ലാരും ബ്ലാക്ക് സാരി സ്നേഹിതനെ ആ കുട്ടി എന്ന്. അതും പിന്നെ പുക്കാറിൽ ഒരു പെർഫോമൻസ് റൗണ്ട് ചെയ്തിരുന്നത് അത് ഭയങ്കര അപ്രിസിയേഷൻ ആണ് ദീദി. കാരണം അത് കേസറ അത് ഒറ്റയ്ക്ക് പാടാൻ ബുദ്ധിമുട്ട്. 9 മിനിറ്റുള്ള ഒരു പാട്ടാണ്. ഞാൻ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് കോറസും ഡാൻസും ശങ്കർമാധവന്റെ പാട്ടും കവിതാകൃഷ്ണനും എല്ലാം പാടിയിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു. 2 ശബ്ദത്തിലും പാടാനുള്ള 2 ശബ്ദത്തിലും പാടും. ഒന്ന് നോക്കട്ടെ, ഞങ്ങൾക്കൊന്ന് കാണട്ടെ. 2 ശബ്ദത്തിലും പാടും. മെയിൽ വോയിസ് കേൾക്കാലോ. ട്രൈ ചെയ്യും. चुपके जो तूने काटे हैं, जोड़ी से काटे हैं, यहाँ वहाँ रूठी हूँ मैं तुझसे, रूठी हूँ तुझे मना लेना, ओ जाने जा। छेड़ेंगे हम तुझको लड़की जो है बड़ी मुंबा, उलाला 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 तू ही मेरी फैंटेसी। चुनाना 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 अब मैं जबा हो गई। ഞാൻ പാടിയിട്ട് ഭയങ്കര ഒരു ഇവിടെ റീസെന്റ് ഒരു ഷോന് ഞാൻ പാടി ഭയങ്കര എല്ലാവരും ഞാൻ തന്നെയാണോ പാടുന്നത്. സെയിം ഇതേ ഞങ്ങള് എന്നെമാരെ തന്നെ വേറൊരു കുട്ടി ഐഡിയസുണ്ടായിരുന്നു ലക്ഷ്മി ജയൻ. ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആണ്. അവള് ഇതേമാതിരി പാടും ഞാനും പാടും. എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് എപ്പോഴും. അവളുടെ അടുത്ത് പോയി നിമ്മിയാണോ ചോദിക്കാൻ എന്റെ അടുത്ത്. അപ്പൊ ഒരു സോളോ ആവാം നിമ്മി അല്ലേ? ഞാനിപ്പത്തെ ഒരു ട്രെൻഡിങ് സോങ് ആണ്. ഏതാണ് സോളോ? ശരി, ഓക്കെ. ഞാൻ ഇവിടെ കുറെ സ്റ്റേജ് ഷോസിന് വേണ്ടി തയ്യാറെടുത്തൊരു സോങ്, പക്ഷെ ഇതുവരെ സ്റ്റേജ് ഷോന് പാടാൻ പറ്റില്ല. ഞാൻ ഓക്കെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ഫേവറേറ്റ് ശ്രേയ ഘോഷൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. കരുത്തിടുന്ന ഒരു സോങ്, സർപ്രൈസ് സോങ്. ഇത് എല്ലാ ഹസ്ബൻഡ് വൈഫിനും ലവേഴ്സിനും ലവ് ചെയ്യാൻ പോണവരും എല്ലാവർക്കും. अपने करम की तरह कर दे इधर भी तू निगाहें। सुन रहा है रात रो रही हूँ मैं, सुन रहा है रात क्यों रो रही हूँ मैं। हाँ सुन रहा है रात रो रही हूँ मैं, सुन रहा है रात क्यों रो
നന്നായിട്ട് പാടി. ശ്രേയ ഘോഷൽ, അതെ. ആഷിഖി ടു. ഭയങ്കര ഒരു എപ്പോ കേട്ടാലും ഒരു കരച്ചിലും ഭയങ്കര അല്ല, ഇതിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. Means അതേ അതില് ശ്രദ്ധ പാടുന്ന അതേ ഇതന്നെ എനിക്കും ലതാജിയൊക്കെ നോക്കിയിട്ട് അതുമാതിരി വരണം, അതേ തന്നെ അവരൊക്കെ മാതിരി എല്ലാം വരും, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. സിനിമയിൽ ഏതെങ്കിലും സോങ് ഇങ്ങനെ പാടിയിട്ടുണ്ടോ? സൗത്ത് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗറും കൂടിയാണ്, പക്ഷെ എനിക്ക് ഒരു സ്റ്റിൽ ഒരു റെക്കഗ്നിഷനും കിട്ടിയിട്ടില്ല. ഏത് സിനിമയിലാണ് പാടിയത്? മലയാളം ഞാൻ ബുള്ളറ്റ് മൂവി, സുരേഷ് ഗോപി അവരുടെ, പിന്നെ എടുത്ത് പറയുന്നത് കൃഷ്ണലാദിയും, പിന്നെ തമിഴില് ഹോഗി നക്കൽ പറഞ്ഞ മൂവി. അതില് ഈ പറഞ്ഞ പോലെ പല പാട്ടുകാരും ഇപ്പൊ ഈ റീസെന്റ് ഒരു പ്രമുഖ ഗായകൻ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു സിനിമ റിലീസ് ചെയ്തപ്പോ അപ്പൊ പോലും അദ്ദേഹം പാടിയൊരു പാട്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചില്ല എന്നുള്ളൊരു വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചാനലായതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല, എന്നാലും എൻ്റെ ഒരു വിഷമമാണ്. ഫസ്റ്റ് മൂവിയിൽ തന്നെ എൻ്റെ പേര് വന്നില്ല, പക്ഷെ എൻ്റെ വോയിസ് വന്നു. ഫ്രാങ്കോ ചേട്ടനോട് ഡിബേറ്റ് ആയിരുന്നു അന്നത്തെ, എന്തൊക്കെ കുറച്ച് ഇഷ്യൂസ് നല്ലൊരു പാട്ടായിരുന്നു, പക്ഷെ പറഞ്ഞ മാതിരി കുറച്ച് ഡയറക്ടറും പ്രൊഡ്യൂസറിനൊക്കെ ഒരു ചില ഇഷ്യൂസ് കാരണം പാട്ടെന്റെ വന്നു, പക്ഷെ നിമ്മയുടെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ആക്ടിങ്ങിനും കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. ആക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ട് ചെയ്യുന്നു ഓൾറെഡി. ഞങ്ങള് ഐഡിയ സ്റ്റാർ പിള്ളേർ തന്നെ ഒരു മൂവി ആക്ട് ചെയ്യുന്നുണ്ട്, പാലക്കാട് ആയിരുന്നു ഷൂട്ടിങ്. പിന്നെ വേറെ തമിഴ് മൂവി ആക്ട് ചെയ്യുന്നത് അതിനെയും ഇറങ്ങിയിട്ടില്ല. അമ്മന്റെ ഒരു പടമാണ് ശൂലായുധം പറഞ്ഞിട്ട്, അതിൽ 2 സോങ്ങും പാടിയുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അത് ആക്ച്വലി എനിക്ക് പറയുന്നുണ്ടെങ്കിൽ അതില് ഇപ്പൊ തന്നെ സ്പെഷ്യൽ ഹാർട്ടി താങ്ക്ഫുൾ എനിക്ക് നാരായണനോടാണ്. ഞങ്ങൾ ആക്ച്വലി ഇതിൽ ആക്ച്വലി നിമ്മി പാടിയ പാട്ടുണ്ടല്ലോ, അത് ആരോ ബ്രോ മുമ്പ് ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. അന്ന് നാരു ബ്രോ ഉണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, ആക്ച്വലി ഇന്ന് ആളെയും കൂടി വിളിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നാരുവിനെ ആക്ച്വലി എനിക്ക് കുറെ മുന്നേ അറിയാം, സ്മ്യൂളിൽ തൊട്ടുള്ള പരിചയമാണ്. പിന്നെ കുറെ ഗ്യാപ്പായി, പിന്നെ നജീമിന്റെ ഒരു ഷോനാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ആളെന്നെ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയൊരു ബ്രേക്ക് നല്ലൊരു വ്യൂസ് ആയിരുന്നു. രാമോദയ എന്നാണ് ആൽബത്തിന്. അന്ന് ഈ അയോധ്യയുടെ ആ ഒരു ഇതായിരുന്നു. ഞാൻ അതിന്റെ ഒരു സീൻസ് ഞാൻ ഉണ്ടായിരുന്നില്ല അതില്. ആക്ച്വലി ഞാൻ ഇവർക്ക് ഒരു ട്രാക്ക് പാടണമാരെ വന്നത്, പക്ഷെ ഞാനതിൽ മെയിൻ ഹൈലൈറ്റ് ആയി. ഒരു 4 ആമ്പിള്ളേരും പിന്നെ സജയ് ആരോ ഇന്നാരോ. പക്ഷെ നല്ലൊരു ഗ്രേറ്റ് വർക്ക് ടീം തന്നെ പൊളിയാണ്. അപ്പൊ നമുക്ക് രാമോദയ. ഓക്കെ, मुझे नाम है एक प्यारा श्री राम राम राम, जो तार दे जग सारा श्री राम राम राम. मुझे नाम है एक प्यारा श्री राम राम राम, जो तार दे जग सारा श्री राम राम राम. वो वीर सूर्य सा महाराजा, पिता देवी का शत साधा, मर्यादा से परिपूर्ण सदा. ऐसा कोई वीर सूर्य को कहा पर मुझे अयोध्या देखो कण कण में, हंसता है सबके जीवन में, नाम से अयोध्या बड़ा. श्री राम हरे राम सीता राम, जय राम श्री राम सीता राम. मुझे नाम है एक प्यारा श्री राम राम राम, जो तार दे जग सारा श्री राम राम राम. मुझे नाम है एक प्यारा श्री राम राम राम, जो तार दे जग सारा श्री राम राम राम. राम 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 राम.
ആക്ച്വലി വേറെ ഒരു കാര്യം എടുത്ത് പറഞ്ഞു. സാധാരണ എപ്പോഴും ഈ ഡുവേറ്റ്സ് മീൻസ് ഇപ്പോൾ ഗ്രൂപ്പ് ആണെങ്കിലും ഗ്രൂപ്പായാലും എപ്പോഴും ഗ്രൂപ്പായിട്ട് നമുക്ക് കേൾക്കും. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടതിലും വെച്ച് ഫസ്റ്റ് ആയിട്ടായിരിക്കും മെയിലും പാടുന്നുണ്ട് ഫീമെയിലും പാടുന്നുണ്ടെന്ന് എടുത്ത് കേൾക്കുന്ന ഒരു സോങ് ഇതാ ഫസ്റ്റ് ആയിരിക്കും തോന്നുന്നു. ആര് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും അത്. ആക്ച്വലി ഞങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു അതിശയായിരുന്നു. താങ്ക് യു വൺസ് അഗൈൻ നാരു ഫോർ ഗിവിംഗ് ഓൾ ദി സോങ്. പിന്നെ നാരുവിന്റെ ഒരു പുതിയ സോങ് വരാനുണ്ട്. എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഹംനഷീം പറഞ്ഞിട്ട് നല്ലൊരു സോങ്, ലവ് സോങ് കൂടിയാണ്. അറിയില്ല ഇനി വാലന്റൈൻസിനാണോ ക്രിസ്മസ് പ്രൊജക്റ്റ് ആയിട്ടാണോ ബ്രോ? ക്രിസ്മസിന്റെ ഒരു പ്രൊജക്ട് ഞങ്ങൾ ഓൾറെഡി റിലീസ് ആവുന്നുണ്ട് 15th. അതിന്റെ ഇതിൽ നടക്കുവാണ്. നമ്മൾ എന്തായാലും അത് വെയിറ്റ് ചെയ്ത് ഇവരുടെ ഷോന് ഞാൻ ചെയ്തു കേട്ടോ, ക്ലാപ്സിന്റെ കൂടെ. ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാമിലും ഇവിടെ വന്നിട്ട് 2 ബാൻഡിൽ ഞാൻ മ്യൂസിക് ബാൻഡ്. നിങ്ങൾ എല്ലാവരും അതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പൊ ക്ലാപ്സിലൊപ്പം ഉണ്ട്. പിന്നെ ഒരു ബ്ലിസ് കൊണ്ട് ഒരു ബാൻഡിൽ ഞാൻ ഇപ്പൊ ഉണ്ട്. രണ്ടുപേരെയും മൊത്തത്തിൽ ദുബായ് വൈബാണ്. ഒന്നുകൂടെ പൊളിക്കുകയാണ്. ടീമിന്റെ ഒപ്പത്തി കഴിഞ്ഞാൽ നല്ല ഷോ ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി. ആരോ മ്യൂസിക് ടീച്ചറായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് അല്ലേ? മ്യൂസിക് പഠിച്ചതൊക്കെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടാണോ? ആക്ച്വലി ഞാൻ ചെറുപ്പം മുതലേ ഞാൻ മ്യൂസിക്കിൽ തന്നെയാണ് ശരിക്കും പറയുന്നത്. ഡാഡി ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ഡിവോഷണൽ മ്യൂസിക് ഡയറക്ടറാണ്. ഡാഡി കൂടുതലും ഡിവോഷണൽ സോങ്സ് ആണ് ചെയ്തേക്കുന്നത്, ക്രിസ്ത്യൻ ഡിവോഷണൽ. ആൻഡ് ഈസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ഓൾസോ, മ്യൂസിക് ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എന്റെ ഡാഡി, എന്റെ പേര് തന്നെ ആരോഹ്. എന്റെ ഡാഡിയുടെ ഗുരു രാമൻകുട്ടി ഭാഗവതറാണ് ഈ ഒരു പേരിട്ടത്. അങ്ങനെയാണ് ഈ ഒരു പേര് എനിക്ക് വന്നത്. ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഡാഡി എന്ത് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റോൾ നമ്പറിൽ എപ്പോഴും ഡബിൾ എപ്പോഴും ഫസ്റ്റ് ഞാനായിരിക്കും. ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നീട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ലവിങ്. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചതെല്ലാം അതിൽ തന്നെയാണ്. ദെൻ ഡിഗ്രി എൻ്റെ വയലിനിലാണ് ഞാൻ ചെയ്തത്. ദെൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തു. അപ്പോൾ ടെക്നിക്കൽ സൈഡും അങ്ങനെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ തന്നെ ഇൻസ്ട്രുമെന്റ്സും ഞാൻ ഞാൻ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഒഴികെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഇൻസ്ട്രുമെന്റ്സും പഠിക്കും. ഞാൻ ഗിറ്റാർ, കീബോർഡ്, വയലിൻ, ഡ്രംസ്, ഈ 4 ഇൻസ്ട്രുമെന്റ്സും പിന്നെ വെസ്റ്റേൺ വോക്കൽസ് ആൻഡ് കർണാട്ടിക് വോക്കൽസ്, ഇത്രയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ നമുക്കൊരു സോളോയ്ക്ക് പോവാം. നമുക്ക് എ.ആർ. റഹ്മാൻ എന്നെ പോലെ തീർച്ചയായും ട്രാക്ക് റെഡിയാണ്. ഏറ്റവും ഇപ്പോ എ.ആർ. റഹ്മാനാണോ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാവുന്ന മ്യൂസിക് ഡയറക്ടർ? യെസ്, ഡെഫിനറ്റ്ലി. അതില് കാരണം റഹ്മാൻ സാറ് ചെയ്തു വെച്ചേക്കുന്ന എല്ലാം പല വേരിയേഷൻസ് ഉള്ളതാണ്. നമുക്ക് ഈവൻ ആസ് എ ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിലും അതിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ട് എക്സ്ട്രീംസിൽ നമുക്കത് യൂസ് ചെയ്യാം. റെഡിയാണോ? വോളിയം കുറച്ച് കൂട്ടാം. വോളിയം സ്റ്റാർട്ടോടെ ഇടാൻ പറ്റും. സ്റ്റാർട്ട് எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே. என்னவளே அடி என்னவளே, இந்த இதயத்தை தொலைத்து விட்டே. வாய்மொழியும் எந்தன் தாய்மொழியும் இன்று
வசப்படவில்லையடி. வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி. கண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி. இது ஸ்வர்கமா நரகமா சொல்லடி உள்ளபடி. நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. என்னவளே அடி என்னவளே, இந்த இதயத்தை தொலைத்து விட்டே. என்ன இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டே. உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று இது கண்களும் கண்டு கொண்டே. எந்தன் கழுத்து வரை என்று காதல் வந்து ஒரு கண் விழி பிதுங்கி நின்றே. என்னவளே அடி என்னவளே, இந்த விதயத்தை தொலைத்து விட்டே. ഇനി പുതിയ പ്രൊജക്ടുകളൊക്കെ എങ്ങനെയാണ് അടുത്തത് വരാൻ പോകുന്നത്? എനിക്കൊരു 3 പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ 15th റിലീസാവുന്ന ഇതിന് ശേഷം ആണ് ബാക്കിയുള്ള പ്രൊജക്ട്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ 15th പ്രൊജക്ടിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. എല്ലാവരും എങ്ങനെയായിരിക്കും അത് ഒരു ക്രിസ്മസ് സോങ്, കരോൾ സോങ് ആണ്. സോ അങ്ങനെ ഫെബ്രുവരി വരെ ഓൾമോസ്റ്റ് പ്രൊജക്ട്സ് ഒക്കെ ആയിട്ടുണ്ട്. സിനിമയിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് ജൂലൈയിലാണ് ആക്ച്വലി. ജൂലൈയിലത്തേക്ക് ഞാൻ നാട്ടിൽ പോകുന്ന ടൈമിലാണ് അതിങ്ങനെ പറഞ്ഞു വെച്ചേക്കാണ്. സോ പിന്നെ മൂവി ഇൻഡസ്ട്രിയുടെ ഒരു കാര്യം, അപ്പോൾ അത് കുറച്ചുകൂടി അതെ. അപ്പോൾ എൻ്റെ അവാർഡ് 26-നാണ്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് ക്ഷണം ഞാൻ തരുവാണ് ഇപ്പോഴേ. കുറച്ച് റിലീസിങ് എൻ്റെ ഇപ്പൊ റീസെന്റ് ഒരു ഞാൻ തെലുഗു വേർഷന്റെ കുറെ മലയാളം പാടിയിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ളപ്പോ. വരുന്നതിന് മുന്നേ അതിന്റെ ഒരു 1-2 ഇപ്പൊ ഇറങ്ങിയിട്ട് മിഷൻ 1000 പറഞ്ഞിട്ട് നല്ലൊരു പാട്ടായിരുന്നു. അതിലെടുത്ത് പറയാൻ ജിം ജോൺ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം താങ്ക്സ് പുള്ളിക്കാരന്. അവിടുത്തെ എല്ലാവരോടും, അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ എല്ലാവരോടും, സജിയേട്ടൻ എല്ലാവരും. എനിക്ക് കുറച്ച് താങ്ക്സ് പറയാനുണ്ട്, പറയാൻ ടൈം ഉണ്ട് കാരണം അവരൊക്കെ കാരണം ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് മെയിൻലി എൻ്റെ ദുബായിൽ ഞാനിവിടെ കാലുകുത്താനുള്ള കാരണം ഒരു ജോർജ് നൈനൻ സാറാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷാഫി വടകരയിൽ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളി റെഫർ ചെയ്തിട്ട് ജോർജ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. കാരണം ഞാൻ ആക്ച്വലി കൊച്ചിയിൽ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു സ്റ്റാർട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്ന് ആക്ച്വലി ഷോസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പ്ലാൻ ചെയ്ത്. പിന്നെ ജോർജ് ഏട്ടനാണ് പറഞ്ഞു വൈക്കാണ്ട് ഒരു ജോബ് ഓൾസോ, രണ്ടും കൂടി നോക്കിക്കോടെ, ഐ ക്യാൻ ബി ഹിയർ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനാണ് ഈ ഓപ്പർച്യൂണിറ്റി തന്നെ ഇവിടെ വന്നത്. അതുകൊണ്ട് ജോർജ് നൈനൻ സാർക്ക് പ്രത്യേക താങ്ക്സും എനിക്ക് ഫസ്റ്റ് ഇവിടെ ജോബ് തന്ന ഹാഷിം സാർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ന്യൂ ജോബിലേക്ക് വന്നിട്ടുണ്ട്, മീറ്റ യോഗ സെന്ററിലാണ് മ്യൂസിക് ടീച്ചറായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ദുബായ്, ഞാൻ ആദ്യം ഷാർജയിലായിരുന്നു, ഇപ്പോൾ ദുബായ് സിറ്റി സെന്ററിലാണ്. പിന്നെ ഒരു 2 ഡയറക്ടേഴ്സിന് സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഒരു മൂവി വരുന്നുണ്ട്, ഒരു ടീച്ചറിന്റെ റോളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന മാതിരി മൂവി ആയതുകൊണ്ട് നമ്മള് അല്ല, പുള്ളി എന്റെ ഫ്രണ്ട് തന്നെയാണ്, അതല്ല ഞാൻ പറയുന്നത്. മൂവിയുടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഇവിടെയാണ്, നാട്ടിലാകുമ്പോൾ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തു. അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, വലിയ ബിഗ് സ്റ്റാറും ഒക്കെയാണ്. കിട്ടിയ ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹുസൈൻ സലാ പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അവരുടെ പ്രൊഡക്ഷൻ ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹുസൈന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ വിനീത് ചങ്ങനാശ്ശേരി പറഞ്ഞിട്ട് വേറൊരു ഡയറക്ടറാണ്. പുള്ളി മറ്റേ ഓസ്ലർ ഇതിലൊക്കെ ജയറാമേട്ടൻ അതിൽ
ഡയറക്ടർ പ്രണയിച്ചിട്ടുണ്ടോ? അപ്പോൾ വിനീതിനും അവരുടെയും പുതിയ പ്രൊജക്റ്റിൽ ഞാൻ വരുന്നുണ്ട്, മ്യൂസിക്കിലും ഇതിലൊക്കെ. അപ്പോൾ വിനീതിനും അവരുടെ VJ Fly പറഞ്ഞ പ്രൊഡക്ഷൻസ് ടീംസാണ്, പിന്നെ ജിനീഷ് വിഷ്ണു പറഞ്ഞിട്ട് അവരുടെ ടീം. അപ്പോൾ അവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രത്യേക നന്ദി, UBL ചാനലിനും പ്രത്യേക നന്ദി. അത് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നുണ്ട് UBL. ഇവരുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ത്രൂ ഇൻസ്റ്റയൊക്കെ. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഒരു ദിവസം UBL വരുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറയാണ്ട് ഒന്നും അപ്രോച്ച് ചെയ്യണം, എന്നെ വികാസം ചാനൽക്കാർ ഇങ്ങോട്ട് തന്നെ വന്നു. അത് ഈ പറഞ്ഞ മാതിരി അതിൻ്റെതായ സമയമുണ്ട്. ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഭയങ്കര ചുറ്റും വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു പാട്ട് പാടുന്ന തോന്നി ഏത് പാട്ട് പാടും? ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അറിയില്ല, ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതെ, ഒരു സാഡ് ഒരു ഫീലിംഗ് വരുന്ന ഒരു സോങ് ഏതായിരിക്കും ഓർമ്മ വരുന്നത്? ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ട് മൂളി വെയിൽ വീഴവേ പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഇന്നത്തെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഏകദേശം നമ്മൾ വൈകിട്ട് ടൈമായി. അപ്പൊ നമുക്ക് ARMലത്തെ ആ സോങ് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാണ്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും സെറ്റ് ആക്കാം. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ കഴുകും മമ്പിളിക്കുണ്ടോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ പാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ട് മഴവിൽ ചന്തമേ എന്നുവെൻ സ്വന്തമേ കിളിയെ തത്ത കിളിയെ കൊഞ്ചിപ്പറത്തിൽ കൂട്ടിലെ തൂടി നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്നാണ് പുലരെ മുത്തിപ്പുലർന്നും നലിയാ തങ്കമേ 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 തന്തിരന്നരേ തങ്കമേ തങ്കമേ തന്തിരന്നരേ. മായം കാട്ടി മയക്കിടലേ മാനത്തോടെ നടത്തിടലേ കാതിൽ നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കോർത്തെടുത്ത് കുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണി അഴകെ ചങ്കുലയ്ക്കണ ചോദ്യമിതെന്റെ തീയരിക്കുണരാധിയുമെന്റെ നമ്മൾ രണ്ടും നന്നായെന്ന ശോകം തീരില്ലേ ചിയോരിക്കാവിലെത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ തന്തനേ തന്താനേ തന്തേരന്നേ. കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ട്